എല്ലാവർക്കും ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് വില്ലേജ് അറ്റ്മോസ്ഫിയറുള്ള പുഞ്ചക്കിരിയെ പറ്റിയാണ്. പുഞ്ചക്കിരി എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം വെള്ളയാണി ലേക്കിൻ്റെ ഒരു ഭാഗമാണ്. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നും വെറും 7 കിലോമീറ്റർ മാത്രമേ ഇവിടേക്കുള്ളൂ. ഏക്കർ കണക്കിന് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ നെൽപ്പാടങ്ങൾ കാണാൻ തന്നെ വളരെ മനോഹരമാണ്. നെൽകൃഷിക്ക് പുറമെ പോത്തിനെയും താറാവിനെയൊക്കെ കൃഷി ചെയ്യുന്നവരാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ. നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങിനോ വരണം. മഴയൊക്കെ കാരണം നെൽപ്പാടത്തിലെ വെള്ളം നിറഞ്ഞത് ഒഴുക്കിക്കളയുന്ന പൈപ്പാണിത്. ഇത് നേരെ ഒഴുകിയെത്തുന്നത് തൊട്ടടുത്തുള്ള വെള്ളയണി കായലിലേക്കാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെ മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് ധാരാളം പക്ഷികൾ ഇവിടെ വന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ധാരാളം ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് പോകാറുള്ള സമയമാണ്. ഈ കാണുന്ന പൈപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്ത പാടത്തിലെ വെള്ളം നിറഞ്ഞു കവിയുമ്പോൾ ഈ ചാലിലേക്ക് ഒഴുക്കിവിടാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് താറാവിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇവിടുത്തെ പാടശേഖരം. പാടത്തെ വിളവെടുപ്പിന് ശേഷം വിളവെടുപ്പ് സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലം. അകത്തൊക്കെ വെള്ളം കയറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ അതിൻ്റെ അകത്തൊന്നും കാണാനില്ല. പുഞ്ചക്കിരി ജംഗ്ഷനിൽ ഇറങ്ങിയ ശേഷം നിങ്ങൾക്ക് നടന്നോ അല്ലെങ്കിൽ വണ്ടിയിലോ ഈ കാഴ്ചകൾ ആസ്വദിക്കാം. വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും അധികം നടക്കാൻ നിന്നില്ല. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ലാലേട്ടൻ്റെ പ്രശസ്തമായ കിരീടം സിനിമ ഷൂട്ട് ചെയ്ത കിരീടം പാലം. സിനിമയൊക്കെ റിലീസായതിനു ശേഷമാണെന്ന് തോന്നുന്നു ഈ പാലത്തിൻ്റെ പേര് കിരീടം പാലമെന്നും ഇങ്ങോട്ടുള്ള റോഡിൻ്റെ പേര് ശ്രീ തിലകൻ റോഡെന്നുമായി. പുഞ്ചക്കരിയിലെ കൃഷിപ്പാടങ്ങൾക്കും വെള്ളയണി കായലിനും പുറമെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് ഈ കിരീടം പാലവും. നമ്മളിവിടെ എത്തിയത് തന്നെ ഉച്ചയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പാലത്തിലൊന്നും അധിക നേരം നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വെയിലാണ് ഇവിടെ. ഇതാണ് ഈ പാലത്തിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും ഈ പുഞ്ചകരിയിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് ഈ കിരീടം പാലം മിസ് ചെയ്യരുത്. നമ്മളിന്ന് ഇവിടെ വന്നപ്പോഴും സീരിയൽ ഷൂട്ടിങ്ങും സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു പോയെങ്കിലും ഈ സ്ഥലം കാണുമ്പോൾ കിരീട സിനിമയും അതിൻ്റെ ക്ലൈമാക്സും ലാലേട്ടൻ്റെ നടത്തമൊക്കെ നമുക്ക് ഓർമ്മ വരും. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് തന്നെ ഇന്ന് ഓഫാണ്. അപ്പോൾ ഞാനും ഇവനും കൂടെ ഇങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചു പുഞ്ചക്കരിയിലോട്ട്. അപ്പോൾ പുഞ്ചക്കരിയിലൊക്കെ വന്നിട്ട് തന്നെ ഒരുപാട് നാളായി. കുറേ നാളുകൊണ്ട് വരണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇന്നാണൊന്ന് വരാൻ പറ്റിയത്. അപ്പോൾ കുറേ നാളായി നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. മുമ്പൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ അവധിയൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ വരാനും സമയം. കിരീടം പാലം കയറി തൊട്ടിപ്പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഇപ്പുറത്തും കൃഷി സ്ഥലമാണ്. നെൽകൃഷിക്ക് പുറമെ ചീരയും വാഴത്തോട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. മഴയൊക്കെ പെയ്ത് മൊത്തം ചെളി പിടിച്ച് കിടക്കുന്നതിനാൽ നമ്മളങ്ങോട്ട് ഇറങ്ങാൻ പോയില്ല. നമ്മൾ നടന്ന് കുറച്ച് ഇങ്ങോട്ടെത്തുമ്പോൾ ഈ ചാലിലേക്ക് ആഴം കുറവായത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷൂസ് ഇട്ടതുകൊണ്ട് തന്നെ വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങാൻ പോയില്ല. ഇതാണ് വെള്ളയാണിക്കായൽ. മുമ്പ് ഇവിടെ വരുമ്പോൾ ഇത്രയും പായലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറേ പേര് ഇവിടെ നിന്ന് ചൂണ്ടയിടുന്നത് കാണാം. മീനൊക്കെ കിട്ടിയെന്ന് വെച്ചപ്പോൾ ഇതുവരെ ഒന്നും കിട്ടില്ലെന്നാണ് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത്. നമ്മൾ കിരീടം പാലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്തായി തന്നെ മറ്റൊരു പാലം കാണാം. ആ പാലത്തിൽ കൂടെ കയറി കുറച്ച് ദൂരം നടന്നാൽ നിങ്ങൾക്ക് വെള്ളയാണിക്കായലിലോട്ട് എത്താൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നിങ്ങളിനി വരുമ്പോൾ ചൂണ്ടയായിട്ടൊക്കെ വന്ന് നിങ്ങൾക്ക് ഇവിടെ മീൻ പിടിക്കാനൊക്കെ പറ്റും. നമ്മളെന്തായാലും ചൂണ്ടയൊന്നും കൊണ്ട് വന്നിട്ടില്ല. ഇനി എന്തായാലും അടുത്ത് വരുമ്പോൾ നമ്മളെന്തായാലും അതും കൂടെ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 11-12 മണിയായി. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒന്നേ രാവിലെ വരാൻ നോക്കുക, അല്ലെങ്കിൽ വൈകിട്ട് വരാൻ നോക്കുക. വെയിലിൻ്റെ കാടിഞ്ഞു അത്രയ്ക്ക് വെയിലാണ് ഇവിടെ. പറഞ്ഞ പോലെ ഭയങ്കര വെയിലാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് നേരെ കണ്ണൂരും തുറന്നു വയ്ക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വെയിലാണ് ഇവിടെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. ഇവിടെ എത്തിയപ്പോൾ തന്നെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ച്. അപ്പോൾ നമ്മൾ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ വിചാരിച്ചു. അത്രയ്ക്ക് വെയിലാണ് ഇവിടെ. നിങ്ങൾ മാക്സിമം രാവിലെ വരാൻ നോക്കുക, അല്ലെങ്കിൽ വൈകിട്ട് വരാൻ നോക്കുക. ഇപ്പോൾ ഷാപ്പിലെ ഫുഡാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരണമെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് വരാവുന്നതാണ്. ഇവിടെ മൊത്തം എത്ര ഷാപ്പുണ്ടോ? 3 ഷാപ്പുണ്ട്. 3 ഷാപ്പുണ്ട്. അതിൽ ഒരെണ്ണം ഫാമിലി അല്ലേ? ഒരെണ്ണം ഫാമിലി, 2 കള്ള്. ഒരെണ്ണം ഫാമിലി, പിന്നെ 2 കള്ള് കുടിക്കുന്നവർക്ക് അതിന് സെപ്പറേറ്റ് ആണ്. ഫുഡ് കഴിക്കാനാണെങ്കിൽ ഉച്ചയ്ക്ക് വരാൻ കുഴപ്പമൊന്നുമില്ല. അതല്ല ഈ വെള്ളയണി കായലും പാലവും ഈ ബാക്കിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഉച്ചയ്ക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഇതുപോലെ വഴിയോരത്ത് ചെറിയ കടകളൊക്കെ കാണാം. നമ്മൾ നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് എന്തായാലും ഒരു ലൈമ് കുടിച്ചിട്ട് ബാക്കി തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ലൈമ് കുടിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് പോയപ്പോഴാണ് ഇതേപോലെ പോത്തിനെയൊക്കെ കുളിപ്പിക്കാനായിട്ട് ഒരു ചേട്ടൻ വെള്ളത്തിലോട്ട് ഇറക്കുന്നത് കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താറാവിന് പുറമെ ഇവിടെ ആൾക്കാർ ചെയ്യുന്ന മറ്റൊരു കൃഷിയാണ് പോത്ത് കൃഷി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പോത്തിനെയൊക്കെ കാണാൻ പറ്റും. അത് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ ഒരു ലൈമും പിന്നെ അവിടെ നിന്നൊരു കേക്കും വാങ്ങിച്ച് കഴിച്ചു. ഇനി ഇത് ഫിനിഷ് ചെയ്തിട്ട് വേണം അടുത്ത് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്
ഇവിടുത്തെ ഫേമസ് ഷാപ്പായ പുഞ്ചക്കിരി ഷാപ്പിലേക്ക് പോകാം. ഓ, ഈ ചൂട് സമയത്തും തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ തന്നെ എന്തൊരു ആശ്വാസം അല്ലേ. ഇവർക്കാണെന്ന് കുറച്ച് സ്ഥലമില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് വെച്ചത് വണ്ടി. പിന്നെ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ ഷാപ്പിലോട്ട് വിട്ടാലാടാ. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് ഷാപ്പിലേക്കാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കള്ളുള്ള ഷാപ്പിലേക്കല്ല, നമ്മൾ നേരെ പോകുന്നത് ഫാമിലി ഫുഡൊക്കെ ഉള്ള ഷാപ്പിലോട്ടാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് ഫാമിലി റൂം. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ റൂം യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ 12:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്, അതുകൊണ്ട് തന്നെ ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കാണ്. മഴയൊക്കെ പെയ്യുന്നു വിചാരിച്ചിട്ടാണെന്തോ ഇന്ന് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഷാപ്പിലെത്തി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മീനിനെ നമ്മൾ ഇവർക്ക് കാണിച്ചു കൊടുക്കുമോ അത് തന്നെ അവരുടെ അടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് തരും. നമ്മളിപ്പോൾ ഒരു കരിമീനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ടൈം ആവുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു, ആൾക്കാരൊന്നും വന്നു തുടങ്ങിയില്ല. നമ്മളാണ് രണ്ടുപേരാണ് ആദ്യം എത്തിയതെന്ന്. ഇവിടെ അപ്പുറത്തെ ഷാപ്പിലൊക്കെ ആൾക്കാരുണ്ട്, ഇവിടെ ഫുഡ് മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആരും വരാത്തത്. പ്രൈസൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ആയിക്കഴിയുമ്പോൾ ഒരു 1 മണിയൊക്കെ ആകുമ്പം തിരക്കുണ്ടാകുമെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറയുന്നത്. മുമ്പ് നമ്മളിവിടെ വരുമ്പോൾ ഒരു ഒട്ടകത്തിനെയൊക്കെ നമുക്കിവിടെ കാണാക്കുമായിരുന്നു. ഇപ്പോൾ ഒട്ടകം എവിടെയെന്ന് ചോദിച്ചപ്പോൾ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയിക്കെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത കരിമീൻ ഫ്രൈ ചെയ്തതും കപ്പയും, ഇത് ചിക്കൻ റോസ്റ്റാണ്, പിന്നെ അപ്പം, അതുപോലെ ഇത് മീൻ കറി. ഇത് ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്തത് കരിമീനാണ്. കരിമീനും കപ്പയും രണ്ടും അടിപൊളി. കരിമീൻ എങ്ങനെ ഉണ്ടോ? കരിമീൻ പൊളിയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ ചിക്കൻ പരട്ട് വേറെ ലെവൽ എരിവെന്ന് വെച്ചാൽ. പിന്നെ അപ്പം, പിന്നെ കപ്പ, ഇതും കൂടെ എല്ലാം കൂടെ കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്. ഗൈസ്, അപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ കുരുമുളകിൻ്റെയൊക്കെ നല്ല ഫ്ലേവറുള്ളതുകൊണ്ട് മാരകമായ എരിയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ടാണ്. അതിനോട് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫുഡ് അടിപൊളി, ഒരു രക്ഷയില്ല, നല്ല എരിവ്. അത് തന്നെ, നല്ല എരിവാണ്. പക്ഷേ ബഡ്ജറ്റൊക്കെ നോർമലാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ സീ ഫുഡും അല്ലാതെ ചിക്കനും ബീഫും എല്ലാം ഇവിടെ കഴിക്കാം. പൈസ ഒന്നും ആയില്ല, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കപ്പയും അപ്പമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. കരിമീൻ ഒരു രക്ഷയില്ല. നിങ്ങൾ വരണമെങ്കിൽ മീൻ തന്നെ, മീൻ വിഭവങ്ങൾ കഴിക്കുക. ഞാൻ കരിമീൻ ഫസ്റ്റായിട്ടാണ് ഞാൻ കരിമീൻ കഴിക്കണം. ഇന്നേ വരെ ഞാൻ കരിമീൻ കഴിച്ചിട്ടില്ല. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം അല്ലേ? വരണം, പിന്നെ ഇതേപോലെ ഫുഡൊക്കെ കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് വരണം. ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല അല്ലേ? ലൈക്ക്. ഒരു കരിമീൻ ഫ്രൈയും ചിക്കൻ പരട്ടും അപ്പവും കപ്പയും കൂടെ നമ്മൾ കഴിച്ചപ്പോൾ നമുക്കൊന്ന് ബില്ലെന്ന് പറയുന്നത് 550 രൂപയാണ്. അപ്പോൾ നിങ്ങളിങ്ങോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഷാപ്പ് കൂടെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവുക. കള്ള് കുടിക്കണമെങ്കിൽ അതിനും നിങ്ങൾക്കിവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അതല്ല ഫുഡ് മാത്രമാണെങ്കിൽ നമ്മൾ കയറിയ ഈ ഫാമിലി ഷാപ്പിൽ കയറാവുന്നതാണ്.